സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഖത്തറും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. വിനീത വിജി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, സംയുക്ത പ്രസ്താവനയുടെ സമയമാണ് എന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതൊക്കെ പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇന്ത്യയും ഖത്തറും? വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ നയതന്ത്ര കൂടിക്കാഴ്ചയും ചർച്ചകളും. തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച. രാവിലെ വിപുലമായിട്ടുള്ളൊരു സ്വീകരണം ഈ ഖത്തർ അമീറിനായി ഇന്ത്യ ഒരുക്കിയിരുന്നു. രാഷ്ട്രപതി ഭവനിലെത്തിയ അദ്ദേഹത്തിന് നമ്മളുടെ ഒരു ആചാരപ്രകാരമുള്ള ഒരു സ്വീകരണമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭവനിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തി. രാവിലെ ചില കരാറുകളിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം വാണിജ്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 കരാറുകളിലാണ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ മറ്റ് മേഖലകളിലേക്കുള്ള ഇന്ത്യയും ഒപ്പം തന്നെ ഖത്തറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ഉടമ്പടികളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നിർമ്മലാ സീതാരാമനും ഈ ഹൈദരാബാദ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ടാക്സ് സംബന്ധിച്ചുകൊണ്ടുള്ള മറ്റ് കരാറുകളിലേക്കൊക്കെ തന്നെ ഇന്ന് ചില നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഖത്തർ അമീർ ഇന്നലെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രോട്ടോക്കോളുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഇന്ന് നിർണായകമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ളൊരു സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിനായി ഇന്ത്യ ഒരുക്കിയിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു രാജ്യമാണ്. അത്രമേൽ ഒരു സൗഹൃദം പങ്കിടുന്നുണ്ട് ഖത്തറുമായി. പ്രധാനമന്ത്രിയുടെ ഖത്തർ സന്ദർശന വേളയിലൊക്കെ തന്നെ നാം അത് കണ്ടതാണ്. ഖത്തറിൽ പ്രധാനമന്ത്രിക്ക് പ്രത്യേക ബഹുമതിയൊക്കെ നൽകി ഹൃദ്യമായ സ്വീകരണമൊക്കെയാണ് അദ്ദേഹത്തിനും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നാണ് ഈ ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വാണിജ്യം, വികസനം, സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെയുള്ള ബന്ധം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഉടമ്പടികൾ കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നടപടികൾ അല്പം വൈകാതെ തന്നെ ഉണ്ടായേക്കും. അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം സംയുക്ത പ്രസ്താവന, ഇന്ത്യ ഖത്തർ സംയുക്ത പ്രസ്താവനയുണ്ടാകും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. നിർണായക കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.